നമസ്തേ. ആ രാമായണ മാസാചരണത്തിൻ്റെ സമാപന ദിവസം ഭക്തകവി സമ്മേളനം നടക്കും. ആ വേദിയിൽ വെച്ച് അറിയപ്പെടുന്ന ആ ചോറ്റാനിക്കര, ഈ എറണാകുളം ജില്ലയിലെ പ്രധാനപ്പെട്ട ദേവസ്വത്തിൻ്റെ, കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയും അതുപോലെ ചോറ്റാനിക്കര റേഡിയോ ക്ലബിൻ്റെയൊക്കെ ആഭിമുഖ്യത്തിലാണ് ഇതിങ്ങനെ വിളിച്ചു കൂടുന്നത്. 2008 ആദ്യമായിട്ട് എനിക്കൊരു ക്ഷണം കിട്ടി. ഞാനവിടെ ചെന്ന് പ്രൊഫസർ അപ്പുകുട്ടൻ സാറാണ് അന്ന് അധ്യക്ഷനായിട്ടിരുന്നത്. ലിസ്റ്റൊക്കെ എടുത്ത് നോക്കി ഓരോരുത്തരുടെയും പേര് വായിച്ച കൂട്ടത്തിൽ അപ്പുകുട്ടൻ സാറ് ആമ്പല്ലൂർ വിജയെന്ന് എഴുതിയിരുന്നത് സാറേ ലിസ്റ്റിൽ കണ്ട് സാറാങ്ങ് എടുത്ത് പിടിച്ചും അടുത്തത് വിജയൻ കാമട്ടത്ത്, അവിടുന്നാണ് ഈ നാമധേയം വരുന്നത്. സാർ അന്ന് അവിടെ ആ വേദിയിൽ പ്രഖ്യാപിച്ചതാണ്. ഞാൻ വേഗം ചെന്ന് സാറിൻ്റെ പാദം തൊട്ട് എപ്പോഴും അതെ, എനിക്ക് എൻ്റെ ഗുരുനാഥനാണ് കേട്ടോ. 60 വർഷം ഉന്നത വിദ്യാഭ്യാസ മേഖല, ഇത് കോളേജ് അധ്യാപകനായിട്ട് 61 വർഷം, 30 വർഷം സർക്കാർ സർവീസിൽ ജോലി ചെയ്തു. പിന്നൊരു 31 വർഷം പ്രൈവറ്റായിട്ട് കോളേജ്. സാറിൻ്റെ ഒരു പ്രത്യേകത അത് വിദ്യാർത്ഥികളുമായിട്ട് സംവദിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ ഒരു ചോദ്യം ചോദിച്ചാൽ ആ വിദ്യാർത്ഥികളുടെ ഇടയ്ക്ക് പോയിരിക്കും. ആ ചോദിച്ച ആൾ വേദി കയറി നിന്നുകൊണ്ട് അധ്യാപകൻ്റെ സ്ഥാനത്ത് നിന്ന് അതിന് മറുപടി പറയണം. ഇങ്ങനത്തെ ഒരു രീതിയാണ്. അപ്പോൾ ആ സാറാണ് എൻ്റെ നാവിൽ പൊന്നിൻ്റെ നാരായം കൊണ്ട് തേനിൽ മുക്കി ഹരിശ്രീ എഴുതിച്ച ആ സാറാണ്. ആമ്പല്ലൂരിലെ തൃക്കോവിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ യക്ഷിയുടെ കഥ ഞാൻ ആട്ടക്കഥയായിട്ട് എഴുതി. ഈ ആട്ടക്കഥ അരങ്ങേറുന്ന അന്ന് രാവിലെയാണ് സാറിനെ ഞാൻ വിളിച്ച് നേരത്തെ പറഞ്ഞപ്പോഴേക്ക് സാറ് പറഞ്ഞു വന്നോ ഓരോ. അപ്പോൾ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛനാണ് എന്നെ ഇതെഴുതിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ, എനിക്ക് എന്നോട് 1-2 പേര് പറഞ്ഞു, വിജയൻ ഒരു ഗുരുനാഥനെ കണ്ടെത്തണം, ഒരു ഗുരുമുഖത്തുനിന്ന് നേടുന്ന വിദ്യയ്ക്ക് ശാശ്വതത്വം ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഒരു ഗുരുനാഥനെ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 1-2 പേരോട് ചോദിച്ചു. അവസാനം അപ്പൂട്ടൻ സാറിനോട് പറഞ്ഞപ്പോൾ സാർ അത് തയ്യാറായി. ആ നാരായം കൊണ്ടുപോയി അപ്പൂട്ടൻ സാർ എൻ്റെ നാവിൽ ഈ 2022 മാർച്ച് 10-ാം തീയതി എൻ്റെ നാവിൽ അദ്ദേഹം ഹരിശ്രീ എഴുതി. അങ്ങനെ എൻ്റെ ഗുരുനാഥനായി. ആ ഗുരുനാഥനാണ് അവിടെ ഇരുന്നേച്ച് വിജയൻ കാമട്ടത്തുനിന്ന് പ്രഖ്യാപിച്ചത്. ഇത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് പോരാൻ നേരത്ത് സാറ് പറഞ്ഞു, വിജയ നമുക്ക് ഒരുമിച്ച് പോകാം, എൻ്റെ കാറിൽ പോകാൻ കേട്ടോന്നു. ശരി, അങ്ങനെ ആയിട്ടത് കാറിൽ കയറി ഇങ്ങോട്ട് പോകുന്ന വഴിക്ക് അതെന്താ സാറേ ആമ്പല്ലൂർ വിജയെന്ന് ഞാൻ എഴുതി വെച്ചിട്ട് വിജയൻ കാമട്ടത്തുനിന്ന് സാറ് തിരുത്തി എന്താ എന്ന് ചോദിച്ചു. അന്നേരം സാറ് പറഞ്ഞത്, ഇത്രയും എത്ര വർഷമായി വിജയൻ എന്തോരം വേദികളിൽ ഇപ്പോൾ കയറി, ആമ്പല്ലൂർ വിജയൻ എന്ന പേരിൽ ഇതുവരെ ഒന്ന് ശ്രദ്ധിക്കപ്പെട്ടോ. ഇത് സാർ എന്നോട് പറഞ്ഞത് 2008. ഇനി വിജയൻ കാമട്ടത്ത് എന്നുള്ള പേരിൽ നമുക്കൊന്ന് മുന്നോട്ട് നീങ്ങാം, എങ്ങനെ അനുഭവം വരുമെന്നറിയാം. സത്യം പറഞ്ഞാൽ അന്ന് മുതലാണ് ആമ്പല്ലൂരിൽ ഞാൻ അറിയപ്പെട്ടോടെ. ആളുകൾ എന്നെ കാണുമ്പം നമസ്കാരം പറയാനും അല്ലെങ്കിൽ ഹായ് പറയാനും അടുക്ക വന്നതെന്ന് വിശേഷം തിരക്കാനും ഒക്കെ തയ്യാറായതാണ് ഗുരുനാഥന്റെ കാഴ്ചപ്പാട്. അയ്യോ, അത് ഇന്നും എപ്പോഴും ദിവസേന എന്നുള്ള നിലയിൽ ഞങ്ങൾ വിളിക്കും. ആ മനുഷ്യൻ ഇപ്പോഴും കൂട്ടുകാരെ പോലെ കൂടെയുണ്ട്. അതാണ് അത് എൻ്റെ അമ്മ. പിന്നെ പൂർവികരായിട്ടുള്ള ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം, ഇതൊക്കെ കൊണ്ട് ഞാൻ ഇപ്പോഴും ഇങ്ങനെ നാട്ടിൽ അങ്ങനെ നിലനിന്ന് പോകുന്നതിൻ്റെ കാരണം ഇവരുടെയൊക്കെ അനുഗ്രഹം. അപ്പോൾ ഇതിൽ സന്തോഷിച്ച് പറയും പോലെ ഭക്ഷണവും പ്രാണവായുവും തരുന്ന സസ്യത്തിൽ സുഗന്ധരാജനായിട്ടുള്ള ചന്ദനം അരച്ച് നെറ്റിയെ പുരട്ടുമ്പം അത് പ്രകൃതി എനിക്ക് കനിഞ്ഞനുഗ്രഹിച്ചു തന്ന ഭക്ഷണവും പ്രാണവായുവിൻ്റെയും നന്ദിയായിട്ടും, അതിൽ വെള്ളം ചേർത്തരയ്ക്കുമ്പം എന്നെ നിലനിർത്തുന്ന പരാശക്തിയുടെ അംശമായിട്ടുള്ള ജലം, വെള്ളവും അന്നവും പ്രാണവായുവും ഇല്ലാതെ പറ്റുമല്ലോ. ഇത് 3ഉമാണ് എൻ്റെ ചന്ദനം അരച്ച് തൊടുന്നതിലുള്ളത്. 10 മാസത്തെ അമ്മയോടുള്ള കടപ്പാട് സിന്ദൂരായിട്ടും നെറ്റിയിലുണ്ട്. വൃക്ഷലതാദികളെ ജലത്തിൽ അവരോടുള്ള കടപ്പാട്, പിന്നെ അമ്മയോടുള്ള കടപ്പാട്, ഇത് ഇവർ കടപ്പാട്. അപ്പം ഇത്രയും ആളുകൾ തന്ന ഒരു ദാനം മാത്രമാണ് ഈ ശരീരവും ജീവിതവും. അത്രയേ ഉള്ളൂ. ആ പാരമ്പര്യമായിട്ട് പൂർവ്വ പിതാമഹന്മാരിൽ നിന്നും ജീനുകളിലൂടെ പകർന്നു വന്ന വ്യക്തിത്വം, അതാണ് ഞാൻ. ഇവിടെ ഞാൻ ഉണ്ടാക്കിയതൊന്നുമില്ല. ഞാൻ എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ഈ അക്ഷരപൂജയല്ലാതെ വേറെ ഒന്നും. വലിയ സന്തോഷം ഈ സമയത്ത് അങ്ങനെ കാണാനിടയായതും.
വലിയ സന്തോഷം വിജയ മാഷെ. ഒത്തിരി സന്തോഷം എനിക്ക്. അയ്യോ ദൈവമേ. ഭഗവാനെ. പ്രോഗ്രാം സ്പോൺസർഡ് ബൈ മൂഴിക്കരോട്ട്.